ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ. നമ്മളെ പറമ്പിൽ തന്നെ വിളവെടുത്ത മഞ്ഞൾ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ മഞ്ഞളിന്റെ പ്രധാന ഘടകമായ കുറുക്കുമീൻ നഷ്ടപ്പെടാതെ തന്നെ എങ്ങനെ നമുക്ക് മഞ്ഞൾ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ മഞ്ഞളൊക്കെ പറിക്കാനുള്ള പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് അതുപോലെ. ഇവിടുത്തെ പേട്ടം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾ ഇനിയും പറിക്കാൻ ഇവിടെ നല്ല അടിപൊളി മഞ്ഞൾ. ഇത് നമ്മളിനി പറിച്ച് വൃത്തിയാക്കിയിട്ട് ഉണക്കി പൊടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇനി പറിക്കാനാട്ടോ. അപ്പോൾ ഇത് കൂടെ ഒക്കെ നിറയുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പറിച്ച മഞ്ഞളൊക്കെ ഇവിടെ കുറന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്നും പറിച്ചിട്ടില്ല, കുറച്ചേ പറിച്ചിട്ടുള്ളൂ. പറിച്ചതൊക്കെ ഇവിടെ കുറന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതാ മണ്ണൊക്കെ വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതും വലുതായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ നേരാക്കി എടുക്കാണ്ട്. അപ്പോൾ നമ്മളിത് പുഴുങ്ങാതെ ഉണ്ട് പ്രാവശ്യം ഉണക്കിയെടുക്കണത്. പുഴുങ്ങിയിട്ടും ഉണക്കിയെടുക്കാം. പുഴുങ്ങാതെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറുക്കുമീൻ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കിയത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നിച്ചാട്ടോ കഴുകിയെടുക്കണത്. ഇപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ വലിയ വിത്തൊക്കെ തിരഞ്ഞെടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം കഴുകിയെടുക്കുകയാണ്. ഇനി നമുക്കിത് വലിയ വിത്തുകളൊക്കെ നമ്മൾ എടുത്തിട്ട് വട്ടത്തിലായിട്ട് അരിയണം. വട്ടത്തിൽ വേണമെങ്കിൽ അരിയാം, നമുക്ക് നീളത്തിൽ അരിയാം. ഇങ്ങനെ ഒരേ സൈസിൽ അരിഞ്ഞെടുത്താൽ അത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിത് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള വിത്തൊക്കെ നമ്മൾ നീളത്തിലൊരു നടുവേ ഒന്ന് കീറിയെടുക്കണുള്ളൂ. അപ്പോൾ നമ്മളിനി ഇത് നേരെ വെയിലത്തിട്ടിട്ട് ഉണക്കട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ 2 ദിവസം വെയിൽ കൊണ്ട് കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് മില്ലിൽ പോയി പൊടിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ബാക്കി നമ്മളിത് മഞ്ഞൾപ്പൊടി കഴിയുന്നതിനനുസരിച്ചിട്ട് പൊടിപ്പിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ചിട്ട് പൊടിപ്പിച്ചുകൊണ്ടിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് മില്ലിൽ പോയി പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിപ്പിച്ച് കൊടുക്കുന്ന ചൂടൊന്നും ആറാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിലൊന്ന് പരത്തിയിട്ടിറക്കുകയാണ്. കുറുക്കുമീൻ നഷ്ടപ്പെടാത്ത നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.